നമസ്കാരം. മറ്റൊരു മാസം കൂടി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നവംബർ മാസം 1-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. ഇന്നേ ദിവസം മുതൽ 5 രാശിയിൽ വരുന്ന 15 നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാറ്റമുണ്ടാകുന്നതാണ്. കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മനോവിഷമങ്ങൾ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ 15 നക്ഷത്രക്കാർക്കും അതിൽ നിന്നൊരു മാറ്റം വ്യക്തമായി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴവും വളരെയധികം ദൃഷ്ടി ഉച്ചസ്ഥായിയിൽ തന്നെയാണ് നിങ്ങളിലേക്ക് ചെലുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായും മാറ്റങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ്. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ദമ്പതികൾക്കിടയിലെ ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ്. കർമ്മ വിജയമുണ്ടാകും. കർമ്മ മേഖലയിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും. കൂടാതെ സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു ഭാഗ്യവും യോഗ്യതയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. നിരവധി മാറ്റങ്ങളാണ് ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരാനായി പോകുന്നത്. ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. അതിലുപരി ഒരുപാട് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ കൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ നവംബർ മാസം വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ടതാണ്. കൂടാതെ ഭഗവാന് വേണ്ടുന്ന നേർച്ച കാഴ്ചകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു മാസം കൂടിയാണ് ഈ നവംബർ എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമുണ്ട്. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഏവർക്കും ഇതിലൂടെ തന്നെ വന്നു ചേരുന്നതാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. 5 രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് ഇടവമാണ്. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിൽ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങൾ നടക്കുവാനും നടത്തുവാനുമുള്ള ഭാഗ്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അത് ചിലപ്പോൾ കുട്ടികളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ കുട്ടിയുടെ നൂലുകെട്ടാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ചില മംഗളകർമ്മങ്ങൾ നിങ്ങളാൽ നടത്തുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ നടത്തപ്പെടാനുമൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മംഗളകർമ്മം നടക്കുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുവാനുള്ള ഒരു കാര്യം നടക്കുന്നതായിരിക്കും. തീർച്ചയായും ഇത് നടന്നേ മതിയാകും. കാരണം എന്തെന്നാൽ ഒരുപാട് നാളുകളായി നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കും ഈ നവംബർ മാസത്തിൽ ആ വേദനകളൊക്കെ മാറി ഫലവത്താകാൻ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായി പോകുന്നത്. അതേപോലെ തന്നെ പുറത്തേക്ക്, അതായത് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഒരു കാലുവേദനയാകട്ടെ അല്ലെങ്കിൽ ഒരു തൊണ്ടവേദനയാകട്ടെ, അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ നമ്മൾ ഗൗനിക്കാതെ വിടാറുണ്ട്. അതായത് നമ്മൾ സ്വയ ചികിത്സയ്ക്ക് മുതിരാം എന്ന രീതിയിലൊക്കെ ഗൗനിക്കാതെ വിടുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്കെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ഏത് ബുദ്ധിമുട്ടായാലും ഏത് ചെറിയ വേദനയായാലും വൈദ്യസഹായം തേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് അവഗണിക്കുന്ന ഒരു സ്വഭാവം അത് ജന്മനാ നിങ്ങൾക്കുള്ളതാണ്. ഇടവം രാശിക്കാരായ ആളുകൾക്ക് നമ്മൾ പറയാറുണ്ട്, എല്ലാം അറിയുന്ന ഒരു ഒന്ന് ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട്. അത് ചില സമയങ്ങളിൽ നമുക്ക് വിനയായി മാറും എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുകയോ വെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഈ നവംബർ മാസത്തിൽ. ഇവിടെ സന്തോഷിക്കേണ്ട ഒരു കാര്യം, വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളിൽ വന്നിട്ടുണ്ട്. അതൊരു ഡിസംബർ വരെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായി ദൈവാനുഗ്രഹം, ദൈവാധീനം എന്ന് പറയാം, അത് ധാരാളം ഉള്ളതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വിഷമിക്കേണ്ടതായി വന്നു ചേരാൻ സാധ്യത കുറവാണ്. വിഷമിക്കുന്ന സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ പോലും ഭഗവാന്റെ ഒരു കൈത്താങ്ങ് നിങ്ങൾക്ക് വന്നു ചേരും. എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായ പല കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്ന് കയ്യിലേക്ക് ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. ധനം ഒരുപാട് കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമാണ് ഇവിടെ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ സാധ്യമാകുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഒരു ഉന്മേഷം കഴിഞ്ഞ സമയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഉന്മേഷം ധാരാളമായി നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ഒരു സമയം തന്നെയായിരിക്കും ഈ നവംബർ മാസം. ഇവിടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറുന്ന സമയമായിരിക്കും. അതായത് കുടുംബത്തിനകത്തും പുറത്തുമുള്ള ആളുകളുമായും പലവിധേനയുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർപ്പാക്കി മനസ്സമാധാനത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് ഇവിടെ സാധ്യത ഒരുങ്ങുന്നതാണ്, അല്ലെങ്കിൽ വഴി ഒരുങ്ങുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ
ഇടവം രാശിക്കാരായ ആളുകൾക്ക് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന നിങ്ങൾക്ക് നല്ല ഒരു സമയം തന്നെയായിരിക്കും. ഈ നവംബർ മാസത്തിൽ ഒരുപാട് മുടങ്ങിക്കിടന്ന പദ്ധതികൾ, പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ചത് നിലയിലേക്ക് എത്തിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് പാൽപ്പായസ വഴിപാട് നടത്തുക, തുളസിമാല ചാർത്തുക, അങ്ങനെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നടത്തി ഭഗവാന്റെ പ്രീതി ഏറ്റുവാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത രാശിയായി കാണാൻ സാധിച്ചത് കർക്കിടകമാണ്. കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇവിടെ ശനിയുടെ ദൃഷ്ടി നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ ആയിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ നിമിത്തം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ, ശത്രുതയോടുകൂടി നിൽക്കുന്നെങ്കിൽ പോലും അവർ ബന്ധുത്വത്തിൽ, അതായത് ശത്രുതാ മനോഭാവമൊക്കെ കളഞ്ഞ് വീണ്ടും ബന്ധുത്വ ഭാവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ സമയം തന്നെയായിരിക്കും. അതേപോലെ തന്നെ മാനസികമായും ശാരീരികമായും എന്തെങ്കിലുമൊക്കെ വ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ശത്രുതയിലിരുന്ന ആളുകൾ പെട്ടെന്ന് മിത്രഭാവത്തിലേക്ക് എത്തുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായ സമയം കൂടിയാണ്. അവരോട് ആട്ടിപ്പായിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യ സ്വഭാവത്തിൽ തിരിച്ചു പെരുമാറുകയോ അല്ല വേണ്ടുന്നത്, മയത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. എങ്കിലും ഒരു കൈയകലത്തിൽ നിർത്തുവാനായിട്ടും ശ്രമിക്കേണ്ടതാണ്. ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെയധികം ശുഭകരമായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനാൽ പല ആളുകൾക്കും നിങ്ങളോട് സ്നേഹബന്ധങ്ങൾ പുലർത്തണം, അല്ലെങ്കിൽ നിങ്ങളുമായി രമ്യതയിലാകണം എന്നൊക്കെ ചിന്തകൾ വന്നു ചേരാം. അതുകൊണ്ട് തന്നെയാണ് ശത്രുതാഭാവത്തിൽ നിന്നവർ പോലും മിത്രങ്ങളിലായി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത്. ഒരു മാറ്റത്തിൻ്റെ സമയമെന്ന് തന്നെ ഈ നവംബർ മാസത്തിനെ പറയാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നേർച്ചകൾ പറഞ്ഞിട്ട് ചെയ്യാതിരിപ്പുണ്ടോ എന്നതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതായത് എന്തെങ്കിലും നേർച്ചകൾ പറഞ്ഞിട്ട് അതിൻ്റെ ഫലം ലഭിച്ചിട്ട് ആ നേർച്ച അങ്ങ് മറന്നു പോകാറുണ്ട് ഒട്ടുമിക്ക ആളുകളും. അപ്പോൾ അത് ഭാവിയിൽ ദോഷമായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിലവിലെ ചില പ്രശ്നങ്ങൾക്കുള്ള ഒരു ദോഷമായി അല്ലെങ്കിൽ ഒരു കാരണമായി മാറിയിരിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ പറഞ്ഞിട്ട് ചെയ്യാതെ മുടക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് പൂർത്തിയാക്കുവാൻ കൂടി ഈ നവംബർ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത രാശി തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ശാരീരികമായി നിലവിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ്. എങ്കിൽ പോലും ശാരീരിക ബുദ്ധിമുട്ടുകളെ ഒന്ന് ഗൗനിക്കാതിരിക്കുന്ന സ്വഭാവം മാറ്റിവെക്കുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും, അതായത് കൈകാല് വേദന, മുട്ടുവേദന ഏതായാലും ഇത് വൈദ്യസഹായം തേടേണ്ടതാണ്. നിലവിൽ മാരകമായ അല്ലെങ്കിൽ വളരെ വലിയ വേദനകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വൈദ്യസഹായം തേടാനുമായി നിങ്ങൾ ഈ ഒരു മാസത്തിൽ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചില സമ്മാനങ്ങൾ അല്ലെങ്കിൽ പാരിതോഷികം, അത് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്ന് മാത്രമല്ല ഗവൺമെൻറ്റിൽ നിന്നും ചില സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ഒക്കെ കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ ചിലപ്പോൾ ബോണസായിട്ട് ലഭിക്കാനുള്ളതായിരിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവരിൽ നിന്ന് ചില സമ്മാനങ്ങളായിരിക്കും. ഏതായാലും സമ്മാനങ്ങൾ ലഭിക്കുവാനും അതുവഴി സന്തോഷം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഏത് കാര്യത്തിലും സാമർഥ്യം പുലർത്തുവാൻ അല്ലെങ്കിൽ സാമർഥ്യത്തോടു കൂടി ചെയ്ത കാര്യങ്ങളെ തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വളരെ നല്ല സമയമാണ്. ജോലിസ്ഥലത്ത് നിലവിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് മാനസികമായി നിങ്ങൾക്ക് ഒരുപാട് വ്യതകൾ നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ നവംബർ മാസം പകുതിയോടുകൂടിയായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു വമ്പൻ കുതിച്ചുകയറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പകുതിയോടുകൂടി നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു മഹാഭാഗ്യ സമയമെന്ന് തന്നെ ഈ നവംബറിനെയും ഡിസംബറിനെയും പറയാം. കാരണം എന്തെന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അനുകൂലമായിരിക്കുന്നതിനാൽ തന്നെ കയ്യിലേക്ക് ധനം വന്നു ചേരാനുള്ള ഓരോ സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. അത് നിങ്ങൾക്ക് പൂർണ്ണമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാനും വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുവാനും ഏവരും ശ്രമിക്കേണ്ടതാണ്. അടുത്ത രാശി ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. സാമ്പത്തികമായി അല്പം ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ നവംബർ മാസത്തിൻ്റെ ആദ്യ വാരങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ വിഷമിക്കേണ്ട, നവംബർ 18 ശേഷമുള്ള സമയം വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും.
പണം പല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, അതായത് വിനിയോഗിക്കുവാൻ, പല രീതികളിൽ സേവ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ്. ബുധൻ്റെ മൗഢ്യമൊക്കെ മാറി ഒരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രചോദനമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. എങ്കിൽ പോലും ആരുമായി വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാതെ ഇരിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നിലവിലുള്ള മാനസിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറുന്ന ഒരു സമയമാണ്. സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിലെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർപ്പാക്കി രമ്യതയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ പുതിയ പല മേഖലകളിലേക്കും പ്രവേശിക്കാനായിട്ട് ഭാഗ്യമുണ്ട്. അതായത് ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ, അതേപോലെ ഒരു ജോലിയിലേക്ക്, അങ്ങനെ പല ഒരു മുന്നേറ്റത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു സ്റ്റെപ്പിലേക്ക് കയറുവാൻ അല്ലെങ്കിൽ കടക്കുവാൻ കഴിയുന്ന നല്ലൊരു ഭാഗ്യ സമയമാണ്. അല്പം ഭൂമി, വാഹനം ഇതൊക്കെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാനായി ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നതായിട്ടോ അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്നതായോ വീട് പണി പുനരാരംഭിക്കുവാനുള്ള ഭാഗ്യം ഇവിടെ വ്യാഴം നിമിത്തം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളും ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ഭഗവാൻ വിഷ്ണുവിന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. ഭഗവാൻ വിഷ്ണുവിനെ ക്ഷേത്രത്തിൽ പോയി കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും സാരമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക. വളരെയധികം നല്ലൊരു ഭാഗ്യ സമയം തന്നെയാണ്. 18-ാം തീയതി മുതൽ വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് ആരംഭമാകാനായി പോകുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്കും ഈ നവംബർ മാസം ഭാഗ്യത്തിൻ്റെ സമയമാണ്. ചില പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുക. ചിലപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങണമെന്ന സ്വപ്നമാകാം, അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കണമെന്നതാകാം, അല്ലെങ്കിൽ ഒരു വിവാഹം എന്ന സ്വപ്നമാകാം. അങ്ങനെ പല വിധത്തിലുള്ള സ്വപ്നങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം ഈ നവംബർ മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ്. മുതിർന്നവരിൽ നിന്ന് ചില സമ്മാനങ്ങൾ അല്ലെങ്കിൽ സ്നേഹവാത്സല്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം ഇവിടെ കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയാണ് ഇതിനൊക്കെ കാരണമായി ഭവിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ്. എങ്കിൽ പോലും പഠനവുമായി ബന്ധപ്പെട്ട് അല്പം അധിക ചിലവുകൾ ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിഷമിക്കേണ്ട, അതിനും ചില സഹായ ഹസ്തങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ചില പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സർവ്വവിധ അനുഗ്രഹങ്ങളും ഈ നവംബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടെ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഇവിടെ മഹാഭാഗ്യ സമയം എന്ന് തന്നെ ഈ നവംബർ മാസത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ട് വളരെയധികം ഉയർച്ചകൾ കീഴടക്കാനായി സാധിക്കും. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഇതിന് വളരെയധികം കാരണമാകുന്നുണ്ട്. കൂടാതെ ബുധനും വളരെയധികം അനുകൂല ഭാവത്തിൽ തന്നെ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്തിൽ ഈ പറഞ്ഞ 15 നക്ഷത്രക്കാർക്കും ശുഭകരമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതായി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം കൂടി ഒന്ന് നടത്തേണ്ടതാണ്. ഭഗവാന് ക്ഷീരധാര നടത്താവുന്നതാണ്, അല്ലെങ്കിൽ ജലധാര. ഇതിൽ നിങ്ങളുടെ ശക്തിക്കൊത്ത്, അതായത് നിങ്ങളുടെ കയ്യിലെ ധനത്തിനനുസരിച്ചുള്ള ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. നിങ്ങൾക്ക് തലവേദന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ജലധാര പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫലവും ഗുണവും നൽകുന്നതാണ്. ഇപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് വഴിപാട് സമർപ്പിക്കുമ്പോഴും ഭഗവാനുമായി നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരിക്കണം. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം നമ്മൾക്ക് പൂർണ്ണമായി എത്തുകയുള്ളൂ. കൂടാതെ ജലധാരകളൊക്കെ നടത്തുന്ന വേളകളിൽ നമ്മുടെ ദൃഷ്ടി അതായത് മഹാദേവൻ്റെ ആ ബിംബത്തിലേക്ക് തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം നമഃശിവായ ജപിച്ചുകൊണ്ട് ഭഗവാനിൽ തന്നെ ചേർന്ന് ആ ഒരു പുണ്യത്തെ, ആ ഒരു ഊർജ്ജത്തെ, ആ ഒരു ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കുവാനുള്ള കാര്യം കൂടി നമ്മൾ ചെയ്യണം. അല്ലാതെ ചീട്ട് എഴുതി കൊടുത്ത് പിന്നെ നമ്മളിങ്ങനെ പോരുകയും അവിടെ അത് നടന്നോളും എന്നതായിരിക്കും ഒട്ടുമിക്ക ആളുകളും. കാരണം ജോലി തിരക്കൊക്കെ കൊണ്ട്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് സമയം കണ്ടെത്തി അത് ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ ജലധാര നടത്തുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നിലവിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഭഗവാൻ മഹാദേവനെ കൂടി നിങ്ങൾ പ്രീതനാക്കേണ്ടതാണ്. കൂടാതെ ഈ പറഞ്ഞ നക്ഷത്രക്കാർ തീർച്ചയായും വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നും കയ്യിൽ കൊടുക്കാനില്ലെങ്കിലും അല്പം തുളസി അതെടുത്തൊന്ന് ഇറുത്ത് നിങ്ങളൊരു മാലയായി ചാർത്തി ഭഗവാന് സമർപ്പിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും ഭഗവാൻ അറിയുകയും ആ വിഷമങ്ങളൊക്കെ മാറ്റി ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും തരും. പ്രത്യേകിച്ച് ഈ നവംബർ മാസം നിങ്ങൾക്ക് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ട് ഒരുപാട് ഉന്നതിയും നേട്ടവും ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. ബുധൻ്റെ അനുഗ്രഹം കൂടി ഇവിടെ നിങ്ങൾക്ക് ധാരാളമായുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് വളരെയധികം സാമ്പത്തിക മാറ്റത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏവർക്കും ശുഭകരമായ ഒരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.